മൂൺഗ്ലോഡസ് എന്ന വസ്ത്ര വ്യാപാര കേന്ദ്രത്തിനെതിരെ 400ഓളം പേർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് 400 കേസോ? മൂൺ ഗോഡസ് രണ്ടും ബലത്തിലൊന്നു തന്നെ. ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വസ്ത്ര വിതരണമാണോ എന്തരോ ഒരു വസ്ത്രസ്ഥാപനമാണ്. അപ്പം നിങ്ങൾ ഈ മൂൺ ഗോഡസിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോഴത്തേനും വളരെ മിതമായ വിലയിൽ വളരെ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇതാണ് ഇവരുടെ ഹൈലൈറ്റ്. ഈ സ്ഥാപനം ഒരു കൊറോണ സമയത്തൊക്കെയാണ് വമ്പൻ ഹിറ്റിലേക്ക് പോകുന്നത്. അന്ന് മുതൽ കേൾക്കുന്നതാണ് ഇവരുടെ അടുത്തൊരു സാധനം ഓർഡർ ചെയ്താൽ കിട്ടില്ല, സംശയിക്കാനുള്ള കിട്ടില്ല. ഇവർ തന്നെ അവകാശപ്പെടുന്നത് 90 വർക്കിംഗ് ഡേയ്സ്, അതായത് 3 മാസത്തിനപ്പുറം പോകും. വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ സാറ്റർഡേ സൺഡേ ഒഴിവാകും. അപ്പോൾ പോട്ടെ, ഒരു 3.5 മാസത്തിനകത്തെങ്കിലും വസ്ത്രം കിട്ടണം. എന്നാൽ പല ആൾക്കാരും പറയുന്നത് 8 മാസം, 11 മാസം, 1 വർഷം, 1.5 വർഷം കഴിഞ്ഞിട്ട് ഈ വസ്ത്രങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അതായത് ഈ വസ്ത്രം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരാൻ പാടില്ല, നമ്മൾ തടി വെക്കാൻ പാടില്ല. ഈ വസ്ത്രം നമ്മുടെ അടുത്ത് വന്ന് ഇടുന്നത് വരെ നമ്മൾ അതേ ശരീരഘടന അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ലേശം തടിച്ചാൽ പോലും ഈ സാധനം കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് ജനങ്ങൾക്ക് ചെയ്യുന്നത്. ഇവരുടെ അടുത്ത് നിന്നൊരു വസ്ത്രം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ ആ വസ്ത്രം വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു സൗന്ദര്യം, ശരീരത്തിൻ്റെ സൗന്ദര്യം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ലേശം തടിച്ചു കഴിഞ്ഞാൽ കയറത്തില്ല, ലേശം മെലിഞ്ഞു കഴിഞ്ഞാൽ ലൂസായി പോകും. അപ്പോൾ അങ്ങനൊരു നല്ല ഉദ്ദേശത്തോടെ ഒരു ഡയറ്റീഷ്യന് പോലും പറ്റാത്ത ഒരു സഹായമാണ് ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് വേണ്ടി. ഇതിപ്പോൾ 400ഓളം കേസുകൾ വന്നു എന്നാണ് പറഞ്ഞത്. ഒരു ഓൺ ആൻ ആവറേജ് 899 രൂപ ഈ ഡ്രസ്സിൻ്റെ വില വെച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 899 ഇൻറ്റു 400 അടിച്ചു കഴിഞ്ഞാൽ 3,59,600 രൂപ മാസങ്ങൾ കൊണ്ട് അവരുടെ കയ്യിലുണ്ട്. ആ വസ്ത്രങ്ങളൊന്നും ഈ കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടില്ല. അത് മികച്ചൊരിതാട്ടോ. അങ്ങനെ തന്നെ വേണം. അതായത് ഓൺ ടൈം ഡെലിവറി കൊടുത്തിട്ട് പോലും, അല്ലെങ്കിൽ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ ഡെലിവറി കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും കിട്ടാത്ത സമയത്ത് ഇവിടെ 8 മാസം 11 മാസം ഒക്കെ ഇവർ കണ്ണിൽ മണ്ണെണ്ണൊഴിച്ച് വിളക്കിട്ട് തിരി കത്തിച്ച് കാത്തിരിക്കണം. എന്നാലും കിട്ടി. ഇൻ കേസ് എന്തുകൊണ്ട് 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു ഇപ്പോൾ 2 വർഷമായി വസ്ത്രം കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുള്ളപ്പായിരിക്കും വേണമെങ്കിൽ മേടിച്ചിട്ടാൽ മതി. ഈ ഒരു സെറ്റപ്പിലാണ് അവരുടെ ഒരു പ്രതികരണം. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യ ഡി എന്ന് പറയുന്ന ഒരു ആൾ ഇവരുടെ കയ്യിൽ നിന്ന് വസ്ത്രം മേടിച്ചു. മാസങ്ങളോളം കാത്തിരുന്നിട്ട് വസ്ത്രം കിട്ടാതായപ്പോഴത്തേനും അവിടെ പലതവണ വിളിച്ച് എൻക്വയറി നടത്തി, വസ്ത്രം കിട്ടിയില്ല. സോ കൊണ്ടൊരു കേസ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കേസിൻ്റെ വിധി വന്നു, ജയിച്ചു. ഇവർക്ക് കോമ്പൻസേഷനും ഈ വക്കീലിന് കൊടുത്ത ചിലവുകളും ഈ മേടിച്ച പൈസയും ആ പൈസയ്ക്കുള്ള പലിശയും എല്ലാം കൂടെ കൊടുക്കാൻ വിധിയായി. ഇതാണ് ബേസിക് സംഭവം. നമുക്ക് ആദ്യം ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഒരു സാധനം ഓർഡർ ചെയ്ത ഈ ദൃശ്യ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന സാധനം ഒന്ന് കേൾക്കാം. 24 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ ഗോഡസ് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതിൽ ടോട്ടൽ 699 അതിന്റെ പ്രൈസും അതിന്റെ കൂടെ അതിന്റെ GST, ഷിപ്പിംഗ് ചാർജ്, അങ്ങനെ എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവർ നോർമൽ പറയുന്ന പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ 90 വർക്കിംഗ് ഡേയ്സിൽ ഒരു ഡ്രസ്സോ? നിങ്ങൾ എവിടെയാണ് മറ്റേ അവിടെ പോയി കൾട്ടിവേറ്റ് ചെയ്ത് നൂല് മറ്റേ ഉണ്ടാക്കി നെയ്തെടുത്ത് തയ്ച്ചു കൊടുക്കുകയാണോ? 90 വർക്കിംഗ് ഡേയ്സ് എന്തോന്നടേ ഇത്? എനിക്കറിയാൻ പാടില്ല ഇവരിത് എന്തൊരു ടെക്നോളജിയാണ് ഇതെന്ന്. നമ്മൾ ഓർഡർ ചെയ്ത് 90 ദിവസം അവർ പറയുന്ന വർക്കിംഗ് ഡേ, പിന്നെയും ഡിലേ ആകും. അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ ഡ്രസ്സ് അയച്ചു തരും. അത്രേ ഉള്ളൂ സംഭവം. നിനക്ക് വേണമെങ്കിൽ അന്നേരം ഇട്ടാൽ മതി. ഇവരുടെ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പല ആൾക്കാരും നല്ലതാണ് പറയുന്നത്. ഇവരുടെ വസ്ത്രത്തിൻ്റെ വില വളരെ ആൾക്കാരും വളരെ ഫെയർ ആയിട്ടുള്ള വിലയാണെന്നാണ് പറയുന്നത്. പക്ഷേ വെയിറ്റിംഗ് പീരീഡ് വെയിറ്റ് ചെയ്ത് മനുഷ്യൻ്റെ ദേഹത്ത് മൊത്തം ചിലന്തി ഒന്ന് വല കിട്ടിയാൽ പോലും സാധനം കിട്ടൂല. എന്തൊരു വെയിറ്റിംഗ് പീരീഡ് ഇത്. ബാക്കി കേൾക്കാം, എന്നിട്ട് ഇവരുടെ കുറച്ച് റിവ്യൂസ് ഒക്കെ ഞാൻ കേൾപ്പിക്കാം. സൈറ്റിൽ ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല 6 മന്ത്സ് വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ പ്രോഡക്റ്റേ മുക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 മന്ത് വരെ ഓക്കെ നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. 6 മന്തിൽ ആയിട്ടും അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഞാനപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയച്ചു. ഇതിന് രണ്ടിനും അവരുടെ നോർമൽ ഫോർവേഡ് മെസ്സേജുകളാണ് അവരുടെ ഷിപ്പിംഗ് പോളിസിയും അവരുടെ പോളിസികളൊക്കെ ഉള്ള എല്ലാവർക്കും അയച്ചു. അങ്ങോട്ട് കിട്ടാനുള്ള സാധനം വീണ്ടും നമ്മുടെ പോളിസി ഇതാണ്, നമ്മുടെ ഷിപ്പിംഗ് ഡേറ്റ് ഇതാണ്, ഇട് പൈസ ഇട്. ഇതിലും നല്ലത് കമ്പിപ്പാരി എടുത്ത് കക്കാൻ പോണായിരുന്നു കേട്ടോ. ഇത്രയും ചീത്തപ്പേരുണ്ടാവില്ല.
കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കീശയിലിട്ട് കൂസലില്ലാതെ അത് മേടിച്ച് ഞം എന്നിട്ട് അവർക്ക് കസ്റ്റമറിന് പ്രോപ്പറായിട്ട് വസ്ത്രം കൊടുക്കുന്നില്ല. അത് പോട്ട് മര്യാദയ്ക്ക് അവരോടൊന്ന് റെസ്പോണ്ട് ചെയ്യുക, അതുമില്ല. ബേസിക്കലി ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ, ഒരു കടയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ വസ്ത്രങ്ങളുടെ മേന്മ മികച്ചതായതുകൊണ്ട് മാത്രമല്ല, അവിടുന്ന് നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്, സ്റ്റാഫ് നമ്മളോട് പെരുമാറുന്ന രീതി, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ്. പട്ടിപ്പൂച്ചം, എല്ലാവരോടും പട്ടിപ്പൂച്ചം, ചവ്വരി ഉണ്ടേ മേടിച്ചാൽ മതി, നമുക്ക് അങ്ങനെ തരാൻ പറ്റൂ. ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും അവിടെ പോയി മേടിക്കുന്നവരെ വേണം ആദ്യം പറയാനായിട്ട്. ഒരുമാതിരി എല്ലാവർക്കും അറിയാം ഇവിടുന്ന് മേടിച്ചാൽ ഡിലേ ആണെന്നുള്ള കാര്യം. എൻ്റെ ഒരു സുഹൃത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു, സെയിം ഇതുപോലെ തന്നെ ഡിലേ എന്നൊന്നും ഇതിനെ പറയാൻ പറ്റൂല, ഡിലേ എന്ന് പറഞ്ഞു പോകണം. ചെറിയ ഡിലേ ഒന്നും അല്ലല്ലോ ഇത്. കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള അവരുടെ ഫോർവേഡ് മെസ്സേജാണ് വന്നത്. വേറൊരു റിപ്ലൈയും എനിക്ക് ഇതിന് രണ്ടിനും മെയിലിലും കിട്ടിയില്ല, വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിലും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അതും കഴിഞ്ഞ് ഒരു ജാനുവരിയിലാണ് പിന്നീട് ഞാൻ ഇവരുടെ ഒരു റീലിന്റെ താഴെ ആരോ ഇതേപോലെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും കമന്റ് ചെയ്തത് എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഇവർ ഉടനെ കമന്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. സകലമാന യൂട്യൂബിനകത്ത് കിടപ്പുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്ത ഡിലേ ആണ്. ഞാൻ പറയുന്നത് ഇവരുടെ കുത്തിന് പിടിച്ച് ആദ്യം സാധനം മേടിക്കണം. സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പറയണം. ഒരു 90 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ കാശ് തരാനായിട്ട്. കാശ് അവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ, കമ്മട്ടം കിട്ടി അടിക്കാൻ കൊടുത്തിട്ടുള്ളൂ. അത് അടിക്കണം, അടിച്ചു കഴിഞ്ഞത് പ്രിൻ്റ് ഉണക്കണം, ഉണക്കി കഴിഞ്ഞത് കമ്പനിയിലേക്ക് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാങ്കുകളിലേക്ക് വരണം. അതിനുശേഷം നമ്മൾ പണിയെടുക്കണം, നമ്മൾ പണിയെടുത്തതിന് ശേഷം അത് ശമ്പളം വഴി നമ്മുടെ കരങ്ങളിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് അതാ ശരിക്കും ചെയ്യേണ്ടത്. അവർക്ക് കിട്ടാനുള്ളത് ഒരു നാണവും മാനവും ഇല്ലാതെ മേടിച്ച് കീശയിലിടും. ഒരു കമ്പനി നശിച്ചു പോകണമെന്ന് ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കേണ്ട കറക്റ്റായിട്ടുള്ള സർവീസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഉളുപ്പില്ലാതെ മേടിച്ച് ഓക്കെ. അവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ മാനുഫാക്ചേഴ്സ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതെപ്പോൾ തരാൻ പറ്റൂ പറയാൻ പറ്റുള്ളൂ. അതിന് അപ്പോൾ ഈ 90 വർക്കിംഗ് ഡേയ്സും ഇല്ല. നമ്മുടെ മാനുഫാക്ചറർ നമുക്ക് തരണം, എന്നാലേ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റൂ. നമ്മുടെ മാനുഫാക്ചറർ നമുക്ക് തരും, അത് അവരോട് ചോദിക്കണം. അവരോട് ചോദിച്ചാൽ അവരെന്നെ പറയും നമ്മളത് പട്ടുനൂൽ പുഴുവിനെ കൃഷി ചെയ്യാൻ ഇട്ടിട്ടുള്ളൂ, പട്ടുനൂൽ പുഴുവിനെ കിട്ടിയിട്ട് വേണം നമുക്ക് പട്ടുനൂൽ വെച്ചിട്ട് തുണി ഉണ്ടാക്കാനായിട്ട്, പട്ടുനൂൽ വസ്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥ പറയും. അത് ഇനി മറ്റേ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണമെന്ന് അറിയത്തില്ല. എന്തൊരു സെറ്റപ്പ് ഒന്നും പിടികിട്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൈ കഴിയുക. പ്രത്യേകിച്ചൊരു ടൈം പീരീഡ് ഒന്നുമില്ല, ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ പ്രോഡക്റ്റ് അപ്പം ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള. അവരുടെ സൗകര്യത്തിന് നമ്മൾ ഇടണം, അവർക്ക് തോന്നുന്ന സൗകര്യത്തിൽ നമ്മൾ ഇടണം. അതായത് എനിക്കൊരു കല്യാണം ഉണ്ടെന്ന് വെച്ചു, ആ കല്യാണത്തിന് എനിക്ക് വസ്ത്രം ഇടണം. വേറെ വസ്ത്രങ്ങളുടെ ക്വാളിറ്റി കണ്ടിട്ട് എനിക്കല്ല സ്ത്രീകൾക്കാട്ടോ, സ്ത്രീകളാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ആ വസ്ത്രം ഇടണം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചായി കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. രീതിയിൽ വളരെ ഒരു കൺസ്യൂമേഴ്സിനോട് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. എനിക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം പറയൂ, ഏത് സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് പറയൂ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കത് പറയാൻ പറ്റില്ല, എപ്പോൾ തരുന്നു അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ താക്കോൽ എവിടെ ഉണ്ട്, മരുന്ന് ഡപ്പയില് അവിടെ ഇരിക്കട്ടെ, അവിടെ തന്നെ വെച്ചേരെ എന്ന് നാട്ടുകാർ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവരുടെ വസ്ത്രങ്ങളൊക്കെ അവിടെ കുമിഞ്ഞു കൂട്ടി വെച്ചോ, നമ്മളപ്പുറത്ത് നല്ല സ്ഥലത്ത് പോയി മേടിച്ചോ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഈ മേടിക്കുന്ന സ്ത്രീകളോടാണ്. കസ്റ്റമറിനെ പട്ടിപ്പൂച്ചം. ഡ്രസ്സ് ഓർഡർ ചെയ്ത ഒരു മനുഷ്യനെങ്കിലും സമയത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഡിലേ. ഈ സാധനങ്ങളുടെ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ വാടാ എന്ന് പറഞ്ഞ് വിടും. പിന്നെ നിങ്ങൾ എന്തോ മാങ്ങാത്തിലേക്കാണ് ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്ര നെല്ല് പത്തായത്തിലുണ്ടെന്ന് പറഞ്ഞാലും എലി ലണ്ടനിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാലും ഈ നെല്ല് കിട്ടണ്ടേ? നെല്ല് കിട്ടാതെ പത്തായതെന്ന് ലണ്ടനിൽ നിന്ന് പറന്ന് പിടിച്ചിവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? എനിക്കറിയാൻ പാടില്ല. ഇത് ഓർഡർ ചെയ്യുന്നവർ വേണം ആദ്യം പറയാൻ. അപ്പൊ ഞാൻ കേസുമായിട്ട് പോകും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ കേസുമായിട്ട് പൊക്കോളൂ, നമുക്കൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 1 വർഷത്തോളം അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെയായി. മെയ് 15-ാം തീയതിയാണ് അതിൻ്റെ ജഡ്ജ്മെന്റ് വന്നത്. ജഡ്ജ്മെന്റിൽ പറയുന്നത് നമുക്ക് 807 രൂപയാണ് ഞാൻ ആ പ്രോഡക്റ്റിന് ചെലവാക്കിയത്. അതിന് ഇത്ര നാളത്തെ പലിശയും എൻ്റെ കോടതി ചെലവും എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആ ജഡ്ജ്മെന്റിൽ പറയുന്നത്. ആ 800 രൂപ കൊടുത്തിരുന്നെങ്കിൽ 10,000 രൂപ പ്രശ്നം വരുമായിരുന്നു. ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ഥാപനങ്ങളുമായി സംസാരിക്കുക, നടന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യുക, കൺസ്യൂമർ ഫോറത്തിൽ ഫയൽ ചെയ്യുക. നിങ്ങൾക്ക് കുറേ നാളത്തെ
സമയമെടുക്കും. അത് പിന്നെ ഇതിനെക്കാട്ടിലും സമയമെടുക്കും. ഇത് 10 മാസത്തിൽ കിട്ടുമെങ്കിൽ അത് 2.5 വർഷം എടുക്കും. പക്ഷെ അത് പോട്ടെ, പക്ഷെ അവിടെ നിന്നൊരു നീതി ഉണ്ടാകും എന്നൊരു കാര്യം നമുക്ക് ഉറപ്പാണ്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കേസിനായിട്ട് പോകാനുള്ള ഒരു കാര്യം, നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം അത് 100 രൂപയുടെ ആയിക്കോട്ടെ, 1000 രൂപയുടെ 10,000 രൂപയുടെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട്, നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചു എന്നൊരു നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്ന് അവരുടെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സിനുള്ളിൽ റൗഡ് ബിഹേവിയർ അതൊരിക്കലും നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായിട്ട് പോയത്. ഇത്രയും ഒരു വർഷത്തോളം എടുത്തു കോടതിയിൽ അതിന്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെന്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞാൻ കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളത് അവരറിഞ്ഞപ്പോൾ എനിക്ക് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അവർ ഈ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. ജോസപ്പേ, അപ്പോൾ അവന്മാർക്ക് സ്പീഡിലേക്ക് തന്നെ അറിയാം. കംപ്ലൈൻറ്റ് പോയപ്പോൾ പെട്ടെന്ന് സൂത്രം അയച്ചു കൊടുത്തു. സോ ഇവർ ആ സാധനം റിസീവ് ചെയ്തില്ല. റിസീവ് ചെയ്തതിൻ്റെ സാധനം ഇങ്ങനത്തെ സാധനത്തിൽ എന്ത് സാധനമാണ് അയച്ചതെന്ന് അറിയത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇവർ ഈ സാധനം കൈപ്പറ്റാത്തപ്പോൾ അവരുടെ റിട്ടേൺ ആൻഡ് റിവ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാഡം എന്തുകൊണ്ടാണ് അതിന് സാധനം റിസീവ് ചെയ്യാത്തത് എന്ന് പറഞ്ഞൊരു കോള് വന്നു. ആ കോളൊന്ന് കേൾക്കാം. ഹലോ മാം, ഗുഡ് ഈവനിങ്. ഇത് വിളിക്കുന്നത് മൂൺ ഗോഡസിന്റെ റിട്ടേൺ സെക്ഷനിൽ നിന്നായിരുന്നേ. ഓക്കെ മാം, ദൃശ്യ ഡി ആണോ? ദൃശ്യ അതെ. ഒരു August 16 627750 എന്ന് പറയുന്ന ഓർഡർ നമ്പർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റിട്ടേൺ സെക്ഷനിലേക്ക് അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പോൾ അത് എന്താണ് എന്റെ എൻക്വയറി എന്താണ് അറിയാൻ വേണ്ടി. ഈ സാധനം ഞാൻ എന്ന് ഓർഡർ ചെയ്തതാന്ന് പറഞ്ഞ August 16, 2024. മാസം എത്രയായി? ഇതിപ്പോ ജൂൺ. എത്ര മാസമായി? അത് മാമിന് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടൂലേ? അത് മാഡത്തിന് അറിയാലോ, മാഡം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടത്തില്ല എന്ന്. ശരി, മാഡം വേണ്ട, സാറ് കാൽക്കുലേറ്റ് ചെയ്യാം. 2024 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. 10 മാസം. നീയൊക്കെ കുഞ്ഞിനെ ഉണ്ടാക്കുന്നോ? ഗർഭിണിയാണെങ്കിൽ ഇപ്പോൾ കൊച്ചു പുറത്ത് വന്നേനല്ലോ. അവരുടെ അരഗൻ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? അത് മാഡത്തെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ പോരെ. ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് എന്താ? 10 മാസം കൂടെ ഒരു ഡ്രസ്സ് കിട്ടാൻ 10 മാസം, 10 മാസത്തിൻ്റെ ഡിലേ. എന്നിട്ടൊരു ഉളുപ്പില്ല. അത് മാഡത്തിന് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്തൂടെ? മാഡത്തിന് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി? ആദ്യം ഈ മൂൺ ഗോഡസിൻ്റെ മുതലാളി അറിയേണ്ട ഒരു കാര്യം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം ചോർന്ന് പൊക്കോണ്ടേയിരിക്കും. നിങ്ങളുടെ പരാജയമാണ് നിങ്ങൾക്ക് കസ്റ്റമറിന് ഓൺ ടൈമിൽ സാധനം ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നിങ്ങൾ ചിന്തിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. നല്ല വസ്ത്രം എടുക്കാനുള്ള കഴിവും ആ സ്ഥാപനത്തിന് വളർത്താനുള്ള കഴിവും എല്ലാം ഉണ്ട്. പക്ഷേ ഈ സാധനം പ്രോപ്പറായിട്ട് എത്തിക്കാനുള്ള കഴിവില്ലെങ്കിൽ അതിന് പറ്റിയ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഈ സാധനം സ്പീഡപ്പ് ആക്കുക. ഇല്ലെങ്കിൽ കസ്റ്റമർ ഇങ്ങനെ പോയി ലാസ്റ്റ് മാനം നോക്കിയിരിക്കേണ്ടി വരും. എത്ര നാളെ നിങ്ങൾ പറ, നിങ്ങൾ എത്ര മാസമായി ഈ സാധനം? റിട്ടേൺ സെക്ഷനിൽ നിന്ന് വിളിക്കുന്നത് മാം. നിങ്ങൾ ഏത് വിളിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഏത് സെക്ഷനിലായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റും പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ഞാൻ ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ശരി. ലീഗലി പോണോ? ഓക്കെ ബൈ. ഇത് എവിടെ നിന്ന് കിട്ടും ഇങ്ങനത്തെ സ്റ്റാഫിനെയൊക്കെ? മുതലാളിയെ പോലത്തെ തന്നെ കുറച്ച് തൊഴിലാളികൾ. ഓക്കെ, എന്തായാലും ആ കേസ് വാദിച്ചു, അവർ ജയിച്ചു. അതിൻ്റെ പകർപ്പാണ്, ഓർഡറാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കൂടുതലായിട്ട് വായിച്ച് വിശദീകരിക്കുന്നില്ല. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാതെ, ഇവർ ഈ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ട് സാധനം കിട്ടി എന്നുള്ള കുറച്ച് സ്ക്രീൻഷോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്ക്രീൻഷോട്ടാണ് ഇത്. കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ. ഫൈനലി റിസീവ്ഡ് ഫ്രം യു എന്നും പറഞ്ഞിട്ടാണ് അവരിട്ടിരിക്കുന്നത്. ഫൈനലി എന്ന് പറഞ്ഞാൽ അവസാനം കിട്ടി പുല്ല്, ഫൈനലി. ഓക്കെ, അതാണ് ഇവർ കസ്റ്റമർ റിവ്യൂ ഇട്ടിരിക്കുന്നത്. ഇവരുടെ ക്വാളിറ്റി നല്ലതാണ്, വില നല്ലതാണ്, പക്ഷേ ഡെലിവറി ഇതിൻ്റെ പൊന്നോ. അടുത്തൊരു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫൈനലി ഐ ഗോട്ട് മൈ ഡ്രസ്, ലവ്ഡ് ഇറ്റ്. ഫൈനലി അവസാനം കിട്ടി. അത് തന്നെയല്ലേ ഫൈനലി. ഓക്കെ, ഫൈനലി കിട്ടി. വേറൊരു ഇതാണ് ഇവർക്ക് വന്നിട്ടുള്ളൊരു കസ്റ്റമർ റിവ്യൂ ആണ്. ഹൈ, ഐ ഗോട്ട് ദിസ് ഡ്രസ്, എനിക്ക് ഈ വസ്ത്രം കിട്ടി. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, എന്ത് പണയണമെന്ന് എനിക്കറിയത്തില്ല. ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻ, എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം. റിയലി ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, ഇത് വളരെ സൂപ്പറായിട്ടുണ്ട്. സ്റ്റിച്ചിങ് ആൻഡ് എംബ്രോയിഡറി വെരി പെർഫെക്റ്റ്. സ്റ്റിച്ചിങ് എംബ്രോയിഡറി ഒക്കെ കിട്ടിക്കാച്ചി. താങ്ക് യു സോ മച്ച് മൂൺ ഗോഡസ്. മൂൺ ഗോഡസേ നന്ദി കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ലോങ്.
ബട്ട് വാട്ട് ഈസ് അത് വെർത്താണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും അധികം ആളുകൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് പോലും ഇവരത് ക്ലാരിഫൈ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോഴത്തേനും 18 മാസം മുതൽ കഴിഞ്ഞ ആഴ്ച വരെ നോക്കുമ്പോൾ എല്ലാത്തിലും ഇതാ പറയുന്നത്, വെയിറ്റിംഗ് ഭയങ്കരമാണ്. വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിനോട് റെസ്പോണ്ട് ചെയ്യുന്ന അരഗൻ്റായിട്ടാണ്. ഒന്നൊന്നര ആഴ്ചയ്ക്ക് മുമ്പ് വന്നൊരു വീഡിയോ കാണാം, പഴയ 18 മാസത്തെ ഒന്നും ഞാൻ പോകുന്നില്ല. ഇതാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. 8 മാസം കഴിഞ്ഞിട്ടാണ് 1500 രൂപയുടെ ഈ സാരി വിത്ത് ബ്ലൗസ് കിട്ടിയത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലൗസ് ഭയങ്കര ഇഷ്ടമായി, കാരണം അവർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓണത്തിനും അത് വെയർ ചെയ്തു, വേറെ സെറ്റ് മുണ്ടിൻ്റെ കൂടെ. ഇതുപോലെ തന്നെ 8 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. പക്ഷേ ഒരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 8 മാസമാണ്. നിങ്ങൾ ആ കണക്ക് പഠിപ്പിച്ചാരേ ഈ മൂൺ ഗോഡസിൻ്റെ ആൾക്കാർ? 90 ദിവസം എന്ന് പറയുന്നത് 8 മാസം, 11 മാസം. മാത്സിന് ജയിച്ചായിരുന്നു. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ഒരു മര്യാദയൊക്കെ വേണ്ടേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ചിട്ട് 8 മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ അതൊരു ബേസിക് മര്യാദയില്ലേ സാധനം? പോട്ടെ, ഒരു ചെറിയ ഡിലേ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ആ ഡിലേയുടെ കാരണമെങ്കിലും ഈ കസ്റ്റമറിനെ വ്യക്തമാക്കണ്ടേ? ഞങ്ങൾക്ക് സാധനം കിട്ടിയില്ല, കിട്ടുമ്പോൾ തണും. അതാണ് റിപ്ലൈ. 8 മാസം പറ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഓണം ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്തു. അത് മാത്രം പറഞ്ഞ സമയത്തിന് അവർ പറഞ്ഞ ഡേറ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പെരുന്നാളിനും ഞാൻ നിങ്ങളോട് ഇത് ഈ 8 മാസം 90 ദിവസം പറഞ്ഞ സാധനം വീണ്ടും 8 മാസം ആകുമ്പോൾ വീണ്ടും ഓർഡർ ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, ഡ്രസ്ഫുൾ കൊള്ളായിരുന്നു. ഇത് ഒരു 600 രൂപയുടെയാണ്. അതും ഇങ്ങനെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന നല്ലതെന്ന് ദോഷം പറയാനില്ല, കൊള്ളാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ റെഗുലർ വർക്കുള്ള 1000 രൂപയുടെ ഒരു ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്തു. പക്ഷേ ഇതെനിക്ക് അവരെ ചീത്ത വിളിച്ചും കസ്റ്റമർ കെയറിന് മെയിൽ അയച്ചും അവസാനം ഒരു 11 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത്. ഇതിൻ്റെ ദുപ്പട്ടയിൽ അവരുടെ ഫോട്ടോയിൽ കാണിച്ചത് നിറച്ച് മിററാണ്. ഇത് ഇങ്ങനെ പേരിന് അവിടെയോ എവിടെയോ മിറർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിറർ ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മിറർ വന്നിട്ടുള്ളത്. ഇത് മാത്രം എനിക്കൊരു പരാജയമായിട്ട് തോന്നുന്നു. നൗ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ഡെലിവറി ഫ്രം 1.5 വർഷം. 2 8 മാസം കഴിഞ്ഞിട്ട് കിട്ടി. മൂന്നാമത്തത് 11 മാസം ആയപ്പോഴത്തേനും നിങ്ങൾ ബഹളം വെച്ച് കിട്ടി. പിന്നെയും കിട്ടി, ഓർഡർ ചെയ്തിട്ട് 1.5 വർഷം വെയിറ്റ് ചെയ്യണമെങ്കിൽ അറിയാത്ത പിള്ള ചൊറിഞ്ഞാലും പഠിക്കൂലെന്ന് മനസ്സിലായി. അപ്പം പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെപ്പോലുള്ള വളരെ ലോയലായിട്ട് ചാക്കാല പിറക്കി അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ മൂൺ ഗോഡസ് എന്ന് പറയുന്ന കസ്റ്റമറിനെ ഒരു പ്രശ്നമില്ല. ഇത്രയും ലോയലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർ വീണ്ടും ഉന്നതിയിലിട്ട് പോയിക്കോളും. ഇങ്ങനൊരു വിഷയം വന്നപ്പോഴത്തേനും ഈ മൂൺ ഗോഡസിൻ്റെ മലയാളി ഇതിനെതിരെ പ്രതികരണമായി രംഗത്ത് വന്നു. ആ വീഡിയോ ഇപ്പോൾ ഇല്ല, അത് മുക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് കാണാം. ഹായ് ടിയേഴ്സ്. അപ്പം ഇന്ന് മൂൺ ഗോഡസിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ, ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ്. അപ്പം നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഞാൻ വിചാരിച്ചു, അത് സമയം കിട്ടിയില്ലല്ലോ. നമ്മള് മറ്റേ തയ്ക്കാനുള്ള നൂല് സൂചിയൊക്കെ ഉണ്ടാക്കാൻ പോയേക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് എത്ര നാളായിട്ട് സംസാരിക്കാൻ സമയം കിട്ടായിരുന്നത്. ഇവിടെ കസ്റ്റമറിന് ഓർഡർ കൊടുക്കാൻ പോലും നമുക്ക് സമയമില്ല. നമ്മൾ അവിടെ നല്ല മണൽ നോക്കി അവിടെ ഓരോ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് വളർത്തി അതിൽ നിന്ന് നൂല് കൾട്ടിവേറ്റ് ചെയ്തെടുത്ത് ആ നൂലിനെ നമ്മൾ സമയം എടുക്കുമല്ലോ. നമ്മൾ മനസ്സിലാക്കണം, വിഷമം മനസ്സിലാക്കണം. നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന്. അപ്പം മൂൺ ഗോഡസ് സ്റ്റാർട്ട് ചെയ്തതേ 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. മൂൺ ഗോഡസിനെ എല്ലാവരും അറിയുന്നത് 2020 കോവിഡിൻ്റെ സമയത്താണ്. അപ്പം അത് മുതൽ ഇന്നേ വരെ മൂൺ ഗോഡസിനെ സ്നേഹിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി നന്ദി. മൂൺ ഗോഡസ് ഒരിക്കലും ഏറ്റവും വലിയ ബ്രാൻഡാകാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ സമയത്ത് കസ്റ്റമറിനെ ആണല്ലേ ശ്രമിച്ചേ, ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വലിയ ബ്രാൻഡാകാൻ ശ്രമിച്ച്. വലിയ ബ്രാൻഡാവണമെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്, കുറച്ചെങ്കിലും പാലിക്കണ്ടേ. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും റേറ്റ് കുറവിൽ ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും റേറ്റ് കുറവിൽ ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. കൊടുക്കുന്നുണ്ടോ? ഏറ്റവും വിലക്കുറവിൽ കുറേ ഡ്രസ്സുകൾ നിങ്ങൾ പബ്ലിഷ് കൊടുക്കുന്നുണ്ടോ? കസ്റ്റമറിന് കിട്ടുന്നുണ്ടോ? അത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിഘണ്ടുവിലുണ്ടല്ലോ അല്ലേ, മിഷൻ ആൻഡ് വിഷൻ. ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്, അതിന് തക്കതായ കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിന് ഒത്തിരി പേര് നമ്മൾ സ്നേഹത്തോടെ കൂടെ കൂട്ടി ഒത്തിരി പേര് വിമർശിച്ചു. ആ വിമർശിച്ചതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാ വിടാം, അത് മൈൻഡാക്കാൻ പോകാറില്ല. പക്ഷേ അതൊക്കെ മൈൻഡാക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത്
ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറൽ ആവാനായിട്ട് മൂൺ ഗോഡസ് എന്നൊരു ഡ്രസ്സ് വാങ്ങി അതിൻ്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അതെ, അത് നിങ്ങൾ പറഞ്ഞ് ശരിയായിരിക്കും കേട്ടോ. ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ മൂൺ ഗോഡസിൽ നിന്ന് വസ്ത്രം പറ്റിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്താൽ അത് വൈറലാവും. എന്തുകൊണ്ടാണ് അത് വൈറലാകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളിൽ നിന്നും സമാന്തരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾ അതിനെ പിന്തുണയ്ക്കും. 4 മില്യൺ ഫോളോവേഴ്സാണ് നിങ്ങൾക്കുള്ളത്. അതിലെ 2 മില്യൺ ആളുകൾക്ക് 1 മില്യൺ ആളുകൾക്ക് ഒരു 5 ലക്ഷം ആളുകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് ഇവരുടെ വസ്ത്രത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴത്തേനും അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അത്രയും ഉള്ളത് കൊണ്ടാണ് ആ സാധനം വൈറലാകുന്നത്. അല്ലാതെ മൂൺ ഗോഡസിൻ്റെ എല്ലാ സാധനവും കറക്റ്റാണ്, ചുമ്മാ മൂൺ ഗോഡസിനെ കുറ്റം പറഞ്ഞാൽ വൈറലാവില്ല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് 18 മാസം മുതൽ ഇന്ന് വരെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനോ സെറ്റിൽ ചെയ്യാനോ അതിന് വേണ്ടിയിട്ടൊരു പ്രിക്കോഷൻ എടുക്കാനോ ഡെലിവറി ഫാസ്റ്റ് ആക്കാനോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, മൂൺ ഗോഡസിൻ്റെ പേര് എന്ന് പറയുന്നത് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഒരു സമയത്ത്, ഇപ്പോൾ 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് വൈകായിക വന്നതും 2025 അവരുടെ മരണവും, ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിൽ മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. അത് കസ്റ്റമർ അറിയേണ്ട കാര്യമാണോ? നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചു, വീഴ്ചകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് പണം കൊടുത്ത് ഓർഡർ ചെയ്ത കസ്റ്റമർ അറിയേണ്ട പ്രശ്നമാണത്. നിങ്ങൾ ഓർഡർ എടുത്തായിരുന്നോ? ഓർഡർ എടുക്കാൻ നേരം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങളെ ബാധിച്ചില്ലേ? കസ്റ്റമറിന് ഡെലിവറി ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടും ഓർഡർ സ്വീകരിക്കാനും പണം മേടിക്കാനും യാതൊരു തരത്തിൽ ബുദ്ധിമുട്ട്, അതെന്ത് ബുദ്ധിമുട്ടാത്? അപ്പം നിങ്ങൾ അതിന് നിങ്ങൾ വൺ മാനായിട്ടാണോ വൺ വുമൺ ആയിട്ടാണോ ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്? മറ്റ് സ്റ്റാഫുകളൊന്നും നിങ്ങൾക്കില്ല? എന്തൊക്കെ തരം മെഴുകലാണ് ഈ പറയുന്നത്? ഇങ്ങോട്ട് മേടിക്കാൻ നേരം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങോട്ട് എടുക്കാൻ നേരം അത് ബുദ്ധിമുട്ടോ. മോന് ഇഞ്ചറി, മരിച്ചുപോയി, മരണം, അയ്യോ പ്രശ്നം, പ്രളയം, വെയിലടിച്ചു, മുടി പൊഴിഞ്ഞു പോന്നു. നമ്മുടെ ഫാക്ടറിയിലൊരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു മാപ്പ് പറഞ്ഞോ, ഒരു മാപ്പ്. ഇത് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ട് കസ്റ്റമേഴ്സാണ്. ഇന്നതാണ് പ്രശ്നങ്ങൾ, സാറേ ക്ഷമിക്കണേ, നമ്മുടെ മിസ്റ്റേക്കാണ്, ഒരു വാക്ക് പറഞ്ഞു, ഈ വീഡിയോയിൽ പറഞ്ഞു, ഒരു ക്ഷമ. അത് പറ്റത്തില്ല, നമ്മൾ പുഷ്പത്തായത്തിലിടാ. അതായത് അതിൽ മൂൺ ഗോഡസ് തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്തായിരുന്നോ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് കസ്റ്റമറിന് കൊടുക്കണം. കസ്റ്റമറിന് കൊടുക്കണമെന്നായിരുന്നു നമ്മുടെ വിഷൻ. കസ്റ്റമർ കൊടുത്താലേ വിഷൻ യാഥാർത്ഥ്യമാകത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് സ്വപ്നമായി മാത്രമേ ഇരിക്കും കേട്ടോ. അതായിരുന്നു വില കൂട്ടി വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും, അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം ഇട്ട് വെക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് പോയാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. വില കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് പോയാൽ മതി, അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അയക്കാം. ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. 500 കസ്റ്റമർ നെഗറ്റീവായിട്ട് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈ ആകുന്നതിൽ നല്ലത് ഒരു കസ്റ്റമർ ഉള്ളെങ്കിൽ ഒരു കസ്റ്റമറിന് അയക്കുന്നതാണ്. മറ്റേതാകുമ്പോൾ എത്ര 99% നെഗറ്റീവും ഇത് 100% സാറ്റിസ്ഫാക്ഷനുമാണ്. അതായിരിക്കും കുറച്ചും കൂടെ മെച്ചം കേട്ടോ, കുറച്ചും കൂടെ നല്ലത് അതായിരിക്കും. പക്ഷേ എന്താ പറയുക, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് ഇത്ര ബുദ്ധിമുട്ടി ഇത് ചെയ്യുന്നത്? അത്രയും ബുദ്ധിമുട്ടാതെ കറക്റ്റായിട്ട് ഡെലിവറി ഇത് എന്ത് കസ്റ്റമർ എന്തിനാ ഇതിനകത്ത് ബുദ്ധിമുട്ടേണ്ട വരുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടോ, വിയർപ്പൊഴുക്കി ചെയ്യുന്നത്. അതൊക്കെ കസ്റ്റമർ അറിയേണ്ട കാര്യമാണോ? കസ്റ്റമറിന് അയാൾ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. നിങ്ങൾ ഈ 100 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 1000 പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയക്കാനുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് എന്തിന് കസ്റ്റമർ അറിയണം? അയാളുടെ നിന്ന് പൈസ മേടിക്കാൻ നേരം അയാൾ ഈ ഡിലേ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? പൈസ ഇല്ല കേട്ടോ, പൈസ അവിടെ അച്ചടിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ, ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ട് പൈസ നിങ്ങൾ സാധനം ഇങ്ങനെ അയച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? അത് പറ്റത്തില്ല. നമുക്ക് പൈസ ആദ്യമേക്ക് വേണം. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കേട്ടിട്ടും ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണേ, ഇത്രയും കേട്ടിട്ട് നിനക്കൊന്ന് നന്നായിക്കൂടെ? അങ്ങനെയാണോ? ഉളുപ്പില്ലെന്നാണ് ചോദിച്ചേ.
അപ്പോൾ ഇത്രയും കേട്ടിട്ടെങ്കിലും അതൊന്ന് റിപ്പയർ ചെയ്തുകൂടെ? നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത്രയും കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നതുകൊണ്ട് ശത്രുക്കളുണ്ടാവുമോ? ശത്രുക്കൾക്ക് സന്തോഷമേ കാണത്തുള്ളൂ, പ്രോഡക്റ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ശത്രുക്കളുടെ അടുത്തോട്ട് വരും. പിന്നെ അത് മേടിക്കേണ്ട കാര്യമില്ല. വിലയിട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഞാൻ എന്ത് വിഷൻ്റെ പേരിലാണോ അത് തുടങ്ങിയത് അത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സിസ്റ്റം മാനേജ്മെൻറ്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. തെറ്റ് എവിടെയാണോ സംഭവം ഇതെന്ന് റെഡിയാക്കി തീരും? അതിനൊരു 10 മാസത്തെ ടൈം പീരീഡ് മതിയോ? അതോ അത് റെഡിയാക്കി ഒരു 10 വർഷത്തെ ടൈം? നിങ്ങൾക്കെല്ലാം ഡെലിവറി ടൈം ആണല്ലോ പ്രശ്നം, വെയിറ്റിംഗ് പീരീഡ് ആണല്ലോ പ്രശ്നം. അതുകൊണ്ട് ചോദിച്ചാൽ എത്ര നാളെ, അതിന് എത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും? ഞാൻ ഓർഡർ ചെയ്യുന്നില്ല, കസ്റ്റമറിൻ്റെ ഭാഗത്ത് ചോദിച്ചത്. അവിടെ നിന്ന് അത് തിരുത്തിക്കൊണ്ടുവരികയാണ്, ഓരോ ദിവസം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ മൂൺ ഗോഡസിൽ ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്സ് ആണ് സൈഡിലൂടെ മുഴുവൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച ഓരോ കസ്റ്റമറിനും നന്ദി, വിമർശിച്ചവർക്കും നന്ദി. കാരണം വിമർശനങ്ങളില്ലെങ്കിൽ ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ വിമർശനം മാത്രമേ ഉള്ളൂ, വിമർശനം മാത്രം കേട്ടാലും പോകാൻ തരത്തില്ല കേട്ടോ. പക്ഷേ വൈറലാവാൻ വേണ്ടി ചെയ്ത വിമർശനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ മൂൺ ഗോഡസിൻ്റെ യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് കുറവിന് ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം ഡെയിലി നമ്മുടെ അവിടുത്തെ ഒരു 1000-2000 പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. ഡെയിലി 2000 പ്രോഡക്റ്റ്, 2000 × 890. ഈ 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ 6-7-8 മാസം മുമ്പ് ബുക്ക് ചെയ്ത ആൾക്കാരുടെ അല്ലേ അയക്കുന്നേ? അല്ലാതെ ഇന്നലെ ബുക്ക് ചെയ്തവരുടെ അല്ലല്ലോ ഇന്ന് അയക്കുന്നേ. ഈ 8 മാസം ഈ ഒരു ദിവസം 1000 വെച്ചിട്ട് ഒരു മാസത്തെ പൈസ എടുത്തിട്ട് അത് ബാങ്കിലിട്ട് അതിന് കിട്ടുന്ന പലിശ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള പൈസ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ പ്രൊഡക്ട്സ് കിട്ടിയതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാത്തതെന്നൊക്കെ. കിട്ടാത്ത ഇത് മൂൺ ഗോഡസിൻ്റെ എല്ലാ തെറ്റുകളും തിരുത്തി ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വിലയൊന്നും കൂട്ടാണ്ട്. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും അയ്യോ മൂൺ ഗോഡസ് എന്താ ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഇടാത്തത് എന്ന്. ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, പെയിൻറ്റിങ്സ് അങ്ങനെ വേഗം ഒന്ന് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇതാക്കുന്നത്. കാരണം മൂൺ ഗോഡസ് ഗുജറാത്തിൽ വേറെ ഓഫീസും ഫാക്ടറിയും തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഇതിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. അതും എല്ലാവരുടെ കയ്യിലെത്തുന്നേക്കാളും മുന്നേ ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇനി മിന്നൽ വേഗത്തിൽ ഡ്രോണിൻ്റെ മേളിൽ കയറ്റി നിങ്ങൾക്ക് അയച്ചു തരും. ഓർഡർ ചെയ്യുക, അപ്പോഴേ ഡ്രോൺ ഇങ്ങനെ മാഡം യുവർ ഡെലിവറി എന്ന് പറഞ്ഞ് തന്നിട്ടോ. അത്രയ്ക്ക് സ്പീഡാക്കണം. വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചു കേട്ടോ. 3-4 വർഷം കൊണ്ട് കേൾക്കില്ലേ, വിശ്വസിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതായത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്നത് 2024-2025 സമയമാണ്. അപ്പം എൻ്റെ മോൻ്റെ ഹെഡ് ഇഞ്ചുറി വന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായ 2 സമയത്തും എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ മാറി നിൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ. അത് അന്ന് മുതലുള്ളതാണ് ഈ പെൻഡിങ്. 2024-25 പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. 2 വർഷം. ഈ 2 വർഷത്തിൽ ഞാൻ തടി കൂടാൻ പാടില്ല, എനിക്ക് ഹൈറ്റ് ഉണ്ടാവാൻ പാടില്ല, വളർച്ച കൂടാൻ പാടില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, മോറോഫോർ ചത്തുപോകാൻ പാടില്ല. ജീവനോടുണ്ടെങ്കിലല്ലേ ഇതിടാൻ പറ്റൂ. എൻ്റെ പൊന്നടാവേ, ഈ വീഡിയോയ്ക്ക് ഇവരിട്ട ഈ വീഡിയോയ്ക്ക് താഴെ വന്ന 1-2 കമൻറ്റ് ചെയ്യാൻ വായിക്കാവേ. ഐ ഡിഡിൻ ഗെറ്റ് മൈ ഡ്രസ് ടിൽ നൗ. അതിന് കൊടുത്തേക്കുന്ന റിപ്ലൈ, താങ്ക് യു ഫോർ യു കമൻറ്റ്, വിസിറ്റ് www.moongoddess.com. ഓക്കെ, അത് ഒരു ഇതായിട്ടുള്ള ഓൾറെഡി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റിപ്ലൈയാണ്. ആരെന്ത് കണ്ടിട്ടാലും താങ്ക് യു ഫോർ ദ പോയി അതിനകത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് കാണിക്കാം എന്ന് പറഞ്ഞിട്ടിടും. കംപ്ലൈൻറ്റാ, നിൻ്റെ ഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല, താങ്ക് യു, പോയി അതിനകത്ത് നോക്കി അത് ഓർഡർ ചെയ്യാം. ബെസ്റ്റ്. അടുത്ത കമൻറ്റ്, ഹിയർ ആർ സം സജഷൻസ്. വെൻ വി പുട്ട് ഇമോജീസ് ഫോർ അപ്രിസിയേഷൻ ഓർ ലൈക്ക് വി നീഡ് നോട്ട് ഗെറ്റ് ദ ഓട്ടോ കമൻറ്റ് ഡയറക്റ്റിംഗ് ടു വെബ്സൈറ്റ്. ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് താങ്ക് യു. ഈ ഓട്ടോമാറ്റഡ് കമൻ്റ് അല്ലാതെ കുറഞ്ഞ ഒരു താങ്ക് യു എങ്കിലും പറഞ്ഞിടാനാണ് പറയുന്നത്. വെൻ ദർ ഇസ് എ ഡിലേ ഇൻ ഡെലിവറിങ് പ്രോഡക്ട്സ് more than 2 weeks, it better to inform the customer actual delivery date.
മൈ ഫ്രണ്ട് റിസീവ്ഡ് പ്രോഡക്റ്റ് ആഫ്റ്റർ 1 month 2 weeks ഷീ പേഷ്യൻറ്റ്. ഓക്കെ, അത് തന്നെ ഡിലേ ആയി, അത് തന്നെ കൂടുതൽ കഥയൊന്നുമില്ല. അടുത്ത കേൾക്കാം. മൈ ജൂൺ 2025 ഓർഡർ സ്റ്റിൽ നോട്ട് റിസീവ്ഡ്. ഹായ് മാം, പ്രോഡക്റ്റ് കിട്ടിയില്ലല്ലോ, 1 month ആവറായി. 1 month സ്വർഗമെന്ന് വിചാരിച്ചാൽ മതി, ഇപ്പം ഇനിയും കിടക്കുന്നു 10 മാസം കൂടെ വെയിറ്റ് ചെയ്യാൻ, അപ്പോഴാണ് 1 month. അടുത്തത് മൈ നവംബർ 2024 ഓർഡർ ഈസ് സ്റ്റിൽ പെൻഡിങ്. 2024. ഓക്കെ, സമയത്ത് ഡ്രസ്സ് കൊടുത്തൂടെ, അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു ഫോർ യുവർ കമൻറ്റ്. നമ്മളെ മൂൺഗോഡസ് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ല അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം. എന്തായാലും ഇതൊക്കെയാണ് മൂൺഗോഡസിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് പോലും കറക്റ്റായിട്ട് വസ്ത്രം കൊടുക്കുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ വഴിയാണ് നമ്മൾ സ്ഥാപനങ്ങളിൽ കൂടെ നടത്തുന്നതെങ്കിൽ പോലും അതെല്ലാം കൺസ്യൂമർ കോർട്ടിനകത്ത് ഈ സാധനം അല്ലെങ്കിൽ കൺസ്യൂമർ ഫോറത്തിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സൊല്യൂഷൻസ് കിട്ടും. കുറച്ച് താമസിക്കും. ഏതായാലും ഈ ഇവരുടെ വസ്ത്രം കിട്ടുന്നതിന് അത്ര താമസിക്കും തോന്നുന്നില്ല, എന്നാലും കുറച്ച് താമസിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഈ ഒരു ഇഷ്യൂ തീരുന്നവരെ നിങ്ങൾ അവരോട് സഹകരിക്കണം. 2024 നവംബർ മുതലുള്ള സ്റ്റോക്ക് അവർക്ക് അയക്കാൻ പെൻഡിങ് കിടക്കുക. അതുകൊണ്ടാണ് അവർ പുതിയ ഓർഡർ പോലും ഇടാത്തത്. അപ്പോൾ അത് അയച്ചവർ തീരുന്നവരെ നിങ്ങൾ ആരും പുതിയ ഓർഡറുകൾ ചെയ്യാതിരിക്കൂ. അവർക്ക് ആ പണി പെൻഡിങ് വർക്ക് തീർക്കാനുള്ളൊരു സാവകാശം നിങ്ങൾ ആദ്യം കൊടുക്കണം. അല്ല നിങ്ങൾ കുണുകുണുകുണെന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഡിലേ ആവും, പെൻഡിങ് ആവും. വിയർപ്പിൻ്റെ അസുഖമുള്ളതാണ്. മനസ്സിലായോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ഇത് ഓർഡർ ചെയ്യുന്നവരെ എന്താ പറയേണ്ടതെന്നുള്ള കമൻറ്റുകളായി രേഖപ്പെടുത്തും. മറ്റൊരു 8 ബൈ.